ആൻ ഇതിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? അങ്ങനെയൊക്കെയാണോ? അല്ല, ആനിന് പൊതുവെ ഇപ്പൊ എനിക്ക് അറിയുന്ന വെച്ചിട്ട് ഭയങ്കര ഒരുപാട് സംസാരിക്കുന്നില്ല, പക്ഷെ സംസാരിക്കുന്നത് നല്ല രസമായിട്ടാ. കഴിഞ്ഞ അവിടെ എന്നെ കുടിക്കുന്നതല്ലേ എന്താ പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? ഈശ്വരാ, ഞാൻ വേറെ ചോദിച്ചു. അപ്പൊ പഠിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത്. അതെ, ഞാൻ മറ്റൊരു രീതിയിലുള്ള നഴ്സാവാൻ പഠിച്ചു. ഒറ്റയ്ക്ക് ഉത്തരം പറയടാ. അപ്പൊ തന്നെ ചോദിച്ചു. സോറി, കോപ്പി അടിക്കാൻ. കോപ്പി അടിക്കും ശീലം. അതെ, ഞാൻ സീരിയസ് ആവട്ടെ. ഓക്കെ. സജിൻ ബാബുവിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അതിൽ നിന്ന് താങ്കൾ എന്തൊക്കെയാണ് ഒപ്പിയെടുത്തത്? സീരിയസ്, സജിൻ ബാബു ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിരുന്നു ഇൻഡിപെൻഡന്റ് മൂവിയാണ്, സോ അതിൻ്റെതായ ഇതുണ്ടാവും, ഒരു നോർമൽ മൂവി പോലെയല്ല. പക്ഷെ വി വർ ഓൾസോ റെഡി. ഞാൻ റെഡി ആയിരുന്നു, പ്രിപ്പയർഡ് ആയിരുന്നു. സൗണ്ട് ഔട്ടായി, സ്വാഭാവികം. കുഴപ്പമില്ല കുഴപ്പമില്ല, റെസ്റ്റ് എടുത്തോ. അടുത്ത ചോദ്യമായിട്ട് ഞാൻ വരാം. നിങ്ങൾ ഭയങ്കര ഞാൻ കാണുന്നു. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചതുപോലെ അല്ലേ? പിന്നെ സിംഗ് സൗണ്ട് ആയിരുന്നു. സോ സിംഗ് സൗണ്ടില് കുറച്ചേരം ഓർത്തെടുക്കാൻ സമയം എടുത്താലും പറയും. സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പൊ സിംഗ് സൗണ്ടില് ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്. ഹരി സാറ് ഹരി സാറാണ് ഇതിന്റെ സൗണ്ട്. അപ്പം ഡയലോഗൊക്കെ തെറ്റിയ കഴിഞ്ഞ് നമ്മള് ചിലപ്പം സജിൻ ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ, ഞാൻ ചില ഡയലോഗ് ചില വേർഡ് തെറ്റിയത്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു വന്ന് ഇരിക്കുമ്പോ ഹരിസാർ പറയും അതൊന്നും കൂടെ വേണം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, കണ്ട കൊച്ചു കുറച്ച് സമയം കൊടുത്താൽ പറയും. എനിക്കിനി റിമ ചേച്ചിനോട് ചോദിക്കാനുള്ളത്, ഈ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് താങ്കൾ പഠിച്ചത്? എല്ലാം പഠിച്ചു. ഞാൻ ആക്ച്വലി ഇതൊരു സീരിയസ് രാവിലെ തൊട്ട് കേൾക്കുന്ന അല്ല, ഞാനിതൊരു സീരിയസ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ആക്കണമെന്ന് വിചാരിച്ചു വന്നതാണ്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഇവിടെ നിങ്ങളെല്ലാം ഉറങ്ങും, നമ്മൾ എന്തിനാണ് പോകുന്നത്? വരൂ, പറയൂ എന്തൊക്കെ പഠിച്ചു. എനിക്ക് വള്ളം തൊഴാൻ എത്ര ദിവസം എടുത്തു പഠിച്ചു? അതാണ് ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്താന്ന് ചോദിക്കേ? എന്താ? ഞാൻ നിദ്രയിൽ കുറച്ച് തുഴഞ്ഞു പഠിച്ചായിരുന്നു. അല്ലാതെ ശരിക്കും അപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലൈക്ക് കയാക്കിങ്ങും സ്റ്റാൻഡപ്പ് പാഡ്ലിങ്ങും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് എന്റെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട്. അപ്പൊ എനിക്ക് നീന്താൻ അറിയില്ല, എനിക്ക് വെള്ളം ഭയങ്കര പേടിയുമാണ്. എനിക്ക് ഒരു ഡ്രൗണിങ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ ഞാൻ ഡൈവ് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് സ്നോക്കൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ടു മാനുവർ ത്രൂ വാട്ടർ എന്നുള്ളത് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ആ പരിപാടി. അതുകൊണ്ട് ഞാൻ അതിൽ വളരെ അനായാസമായി ബാക്ക് എടുക്കുന്നു, പാർക്ക് ചെയ്യുന്നു. അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടത്. പോസ്റ്റ് ട്രൂത്ത് അറിയായതുകൊണ്ട് ആളുകൾ എന്താണ് സത്യം എന്താണ് മിഥ്യ എന്ന് മിത്ത് ഓഫ് റിയാലിറ്റി മനസ്സിലായി. കോമഡിയാണ്. ട്രെയിലറിനകത്താണെങ്കിൽ പോലും തുഴച്ചില്ല എന്നെ പറ്റി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി അമ്മ ഒരു വിധത്തിൽ ഇത് എവിടെ ഈ വള്ളം കരക്ക് എത്തിക്കോ, കാടാണല്ലോ ഫുള്ള് കാണുന്നതെന്നൊക്കെയാണ്. പറയാനും പറ്റില്ലല്ലോ, ഭയങ്കര എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾക്ക് കുറെ വൈറ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കണമെങ്കിൽ ലൈക്ക് യു നോ വി റിയലി ഹാഡ് ടു ഗോ ഇൻടു ദി വാട്ടർ. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ. ലാസ്റ്റ് അതിങ്ങനെ നിങ്ങളാ തുഴഞ്ഞു പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. മറ്റേ എല്ലാരും പോയി ഞാനിവിടെ മാത്രമേ ഇവിടെ അമ്മയാണ്. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയി. എനിക്കൊരു എന്തോ ഞാനിത് സ്ഥിരം ചെയ്യണല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കണേ. ഞാൻ ഇത് മറ്റേ വിഴണത് വരെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, തൊട്ട് മുന്നേ വരെ. ഇല്ല, അല്ല ഞാൻ പറയാ അത് വരെ ഞാൻ കോൺഫിഡൻസ് അതാണല്ലോ നമ്മുടെ മെയിൻ. തീർച്ചയായും. ഇനി നെക്സ്റ്റ് സാധനം തെങ്ങ് കയറാൻ പഠിച്ചു. അത്യാവശ്യം നല്ല മരം കയറിയാണ്. അത്യാവശ്യം ബാക്കി എല്ലാത്തിലും ഞാൻ ഈസി ആയിട്ട് കയറും. തെങ്ങ് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ഇതിനു വേണ്ടി പഠിച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പൊ തെങ്ങ് കയറാൻ നാട്ടിൽ ആൾക്കാരെ കിട്ടാനില്ല. അതെ, നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ. അതായത് എന്നെ പുറത്താക്കാം എന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ തെങ്ങ് കയറിയിട്ടാലും ഞാൻ ജീവിക്കും. പിന്നെന്താടാ ഞാൻ പഠിച്ചത്? അത് ഞാൻ ആലോചിക്കുന്നത്. ഇത് വേണേ മറ്റേ പോസ്റ്ററി വരും, പുറത്താക്കാൻ ആരും വിചാരിക്കില്ല. തെങ്ങ് കയറിയാണെങ്കിലും റീമക്ക് അല്ലെങ്കിൽ ജീവിക്കും.
പിന്നെ ഞാൻ വാഴ മറ്റേ മറ്റേ ഒറ്റ വെട്ടിന് ഒറ്റ താഴെ വെട്ട. അതെങ്ങനെ സാധിച്ചു? ഒറ്റ വെട്ടി സത്യമായിട്ടും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ എന്റെ അടുത്ത് പറഞ്ഞു ഈ ഒറ്റ എണ്ണേ ഉള്ളൂ, ഇത് വെട്ടിക്കോളോ. ഇൻഡിപെൻഡന്റ് മൂവി ഇൻഡിപെൻഡന്റ് മൂവി തിങ്സ്. ഇത് വേറെ ഇല്ല. പിന്നെ അത് മാത്രമാണ് അവിടെ കൊലച്ചു നിൽക്കുന്നത്. ഇത് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇത് ഷോട്ട് എടുക്കണമെങ്കിൽ വേറെ വല്ല തോപ്പിലും പോയി നമ്മൾ വെട്ടേണ്ടി വരും. അടുത്ത വാഴ അന്വേഷിച്ച് പോണം. ഞാൻ അഗൈൻ വെരി വെരി കോൺഫിഡൻസ്. പിന്നെ ഒറ്റ വെട്ടിന് താഴെ വീണു. ഒറ്റ വെട്ടിന് താഴെ വീണു. ഞാൻ കൃത്യമായിട്ട് അത് വേറെ വെട്ടി അതെടുത്ത് ഞാൻ ഒറ്റ ഷോട്ട് പ്ലാവിൽ കയറുന്നു. പ്ലാവിൽ കയറുന്നു. അത് മറ്റേ വെട്ടി ചക്ക അത് ഭയങ്കര എല്ലാ ദിവസം ചെയ്യണ പോലെ തോന്നില്ല. അതെ തീർച്ചയായും. ഇതൊക്കെ എങ്ങനെ നമ്മള് കണ്ടിട്ടില്ല. ഇതിനൊക്കെ എത്ര ടേക്ക് പോയിട്ടുണ്ടാവും? ഇല്ല ഇല്ല, അത് ഒറ്റ take. പ്ലാവും പ്ലാവ് വിത്തൗട്ട് ഹാർനസ്. ഇൻഡിപെൻഡന്റ് മൂവി തിങ്സ് അഗൈൻ. നോ ഹാർനസ്. കേറുന്നു ആദ്യം പാവം. പക്ഷെ ആട്ടിലെ ചേട്ടന്മാരാണ് ആദ്യം കേറുക. കേറിയിട്ട് വീഴൂല അവരിറങ്ങിയിട്ടാണ് നമ്മൾ കേറുന്നത്. അതാണ് അപ്പൊ ലൈക്ക് വിച്ച് ഇസ് നോട്ട് ദി ഗ്രേറ്റസ്റ്റ് തിങ്. സോ അതെപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും നമ്മൾ പറയാണ്, ഇൻഡിപെൻഡന്റ് സ്പേസിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കോംപ്രമൈസസ് ആണ് അതെല്ലാം. which shouldn't happen if you ask me. ഇപ്പോ നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂവി ആണെങ്കിൽ പോലും തെങ്ങ കയറുന്ന സീൻ എനിക്ക് വന്നപ്പോ ഞാൻ പെട്ടെന്ന് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയൊരു ഹിന്ദി സിനിമയിലേക്ക് ഞാനൊന്ന് പോയായിരുന്നു. ഒന്ന് ഞാൻ പോയി. അതിനൊരു തിരിച്ചടി. കാരണം ആ സമയത്ത് നമ്മൾ മലയാളികളെല്ലാം വന്നു. ഞങ്ങൾ എല്ലാ പെൺകുട്ടികളും രാവിലെ തെങ്ങ കയറി അല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഈ അത് അർജുൻ ഇഷ്ടം പോലെ വട്ടം തെങ്ങ കയറുന്നു. നമ്മള് എന്ത് കിട്ടിയാലും നമ്മൾ അത് പ്രൊമോഷൻ ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓക്കെ. അതേപോലെ ഈ സിനിമയിലെ സോഷ്യൽ മീഡിയയുടെ ഒരു സ്പേസ്, അത് ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു ശരിക്കും എന്താ പറയാ വൈറൽ കണ്ടന്റ് മാത്രമല്ല അതിന്റെ ഒരു നല്ല വശമാണ്. വേറൊരു ഭയങ്കര ഒരു നല്ല വശമാണ്. കാരണം നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സാധനമല്ല. ഈവൻ നമ്മുടെ അനുവാദമില്ലാതെ എടുത്ത ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മളത് ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. നമ്മളിപ്പോ ഒരുപാട് ക്യാമ്പയിൻസും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കാണുന്നത്, എന്നാലും കുറെയൊക്കെ ഫേക്ക് ആയിട്ട് വരുന്നതും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ മൂവിയില് എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന അശ്വതി ആണെങ്കിൽ പോലും അത് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിരുന്നു ഇതിന്റെ ഗ്രേഡ് കുറച്ച് കൂടിപ്പോയി അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയി, അതായത് ഇത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കുന്ന അതെങ്ങനെയാണ് എടുത്തത്? ശരി, എനിക്ക് ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പം നല്ല രീതിയിൽ നല്ലൊരു വശമാണ്. ഏത് വശമാണ് കൂടുതൽ കാണിക്കേണ്ടത്? സി ഇപ്പൊ എന്ത് സാധനം എടുത്താലും ഹ്യൂമൻ ബീങ്സിന് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഒരു നല്ല വശമുണ്ട്, ഒരു ഗ്രേ ഷെയ്ഡും ഉണ്ട്. നോബഡി ഈസ് പെർഫെക്റ്റ് നോ. അപ്പം നമ്മൾ ഓരോ സാധനം ഉണ്ടാകുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കൺസ്യൂം ചെയ്യുമ്പോഴും അതിന്റെ നല്ല വശം എടുക്കാം. എന്നാൽ അപ്പുറത്ത് ഇങ്ങനെയാണ് എന്ന് നമ്മുടെ മൈൻഡിന്റെ ഒരു ഗെയിമാണത് ഹ്യൂമൻ ബീങ്സ് ചിന്തിക്കുന്നത്. അപ്പം എല്ലാ കാര്യത്തിനും ഒരു 50% ട്രൂത്ത് ഉണ്ടെങ്കിൽ 50% നമ്മൾ ബാക്കി ചിന്തിക്കുന്നതും നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ്. സോ അത് തന്നെ ഭയങ്കര നിഷ്പക്ഷമായി കാണാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ സിനിമയിൽ. എനിക്ക് ഫീൽ ചെയ്തു, ഈ സിനിമയിൽ ജഡ്ജ് ചെയ്യാതെ.